Hi guys, welcome back. ഞാൻ ഇന്ന് എന്ത് ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഷീറ്റ് പേപ്പർ എൻ്റെ മുന്നിൽ കണ്ടത്. അപ്പം ഇത് വെച്ചിട്ട് അടിപൊളി ഒരു വാൾ ഡെക്കർ നമുക്ക് ഉണ്ടാക്കാം. പേപ്പർ ഫ്ലവർ ആട്ടോ മെയിനായിട്ട് ഞാൻ ഇന്നത്തെ ഉദ്ദേശിക്കുന്നത്. സിമ്പിളാണ്, എല്ലാവർക്കും എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനാദ്യമായിട്ട് തന്നെ ഇതുപോലൊരു സെലോ ടേപ്പ് എടുത്തിട്ട് 2 റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇനി ആ മാർക്ക് ചെയ്ത 2 പീസും സിസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഗൈസ് 2 സർക്കിൾ ഷേപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പെൻസിൽ എടുക്കുക. നമുക്കിനി ഇതിനകത്തൊരു റൗണ്ട് ഷേപ്പ് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ 2ലും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനി സിസേഴ്സ് ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡ് നമ്മൾ എവിടെ നിന്നാണോ കട്ട് ചെയ്ത് തുടങ്ങിയത് ആ എൻഡ് തൊട്ട് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പം ഞാനിവിടെ സിസേഴ്സ് വെച്ചിട്ടാണ് ചുരുട്ടുന്നത്. നിങ്ങൾ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് ചുരുട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് ആ എൻഡ് വരെ ഞാൻ ഇതുപോലെ ചുരുട്ടി കൊടുക്കുവാണ് കേട്ടോ. അപ്പം എൻഡ് അവസാനം എത്തിയ ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കണേ. അപ്പോഴാണ് കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഒരാകൃതി കിട്ടത്തുള്ളൂ. ഒന്ന് ലൂസാക്കി കൊടുക്കുക. ലാസ്റ്റ് എൻഡിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതുപോലത്തെ 2 പീസ് ഫ്ലവർ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഇൻവിറ്റേഷൻ കാർഡ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ലീഫ് എന്നിട്ടതിന് ശേഷം ഞാൻ വെട്ടിയെടുക്കുവാണേ. അങ്ങനെ 3 പീസ് ലീഫ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ 3 പീസ് ലീഫിലും ഒരു ഡാർക്ക് ഗ്രീൻ കളറുള്ളൊരു മാർക്കർ വെച്ചിട്ട് ഒരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എക്സാക്റ്റ് ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഇതുപോലെ ആ 3 ലീവ്സിലും ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സ്റ്റെമ്മാണ് കേട്ടോ. അപ്പം ഈ നമ്മൾ ലീഫായി ഫ്ലവറായി ഇനി നമുക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെമ്മ് വേണം. അപ്പം സ്റ്റെമ്മിന് ഞാൻ പേപ്പർ റോൾസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഇതുപോലെ 2 പീസ് പേപ്പർ റോൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ പേപ്പർ റോൾസിൽ എന്നിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം കറക്റ്റ് രീതിയിൽ നമ്മൾ ആ കാർഡ്ബോർഡ് പീസിൽ ഇതിരിക്കണമല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് രണ്ട് റോളുകളും ഇതുപോലെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഗ്രീൻ കളറ് പെയിൻറ്റ് ഞാൻ ഇതിനകത്തേക്ക് അടിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് പെയിൻറ്റ് അടിച്ച് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. ഇനി ഈ കാർഡ്ബോർഡ് പീസിൽ ഞാൻ ബ്രൗൺ കളറാട്ടോ കൊടുക്കുന്നത്. ബ്രൗൺ കളറ് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് കാർഡ്ബോർഡ് പീസിൽ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ കാർഡ്ബോർഡ് പീസും ഫുള്ള് ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് ജസ്റ്റ് ആ കാർഡ്ബോർഡിൽ നമ്മളെ സ്റ്റെമ്മും ഫ്ലവറും ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇഷ്ടാനുസരണം അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇതുപോലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫെവിക്കോളാണ് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 സ്റ്റെമ്മ് വെച്ചു, ലീവ്സ് വെച്ചു, അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അടിപൊളിയല്ലേ ഗൈസ്? സൂപ്പറല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.